എല്ലാ ദിവസവും രാവിലെ അമ്മമാർ ആദ്യം അടുക്കളയിലോട്ട് ചെല്ലും. ചായ ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണെന്നറിയാമോ? തലേ ദിവസം നമ്മൾ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അല്ലെങ്കിൽ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് പൊങ്ങിയിട്ടുണ്ടോ, കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ശ്രദ്ധ. അത് കറക്റ്റായിട്ട് അത് മാവ് പൊങ്ങി ഉള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കന്ന് ഭയങ്കര സന്തോഷമാണ്. രാവിലത്തെ പിന്നുണ്ടാക്കുന്ന പലഹാരം നല്ലതായിരിക്കും. ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, അല്ലെങ്കിൽ അപ്പമാണെങ്കിൽ അപ്പം. അപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ അത് കൊരിയൊഴിച്ചു ഉണ്ടാക്കി അത് നമ്മൾ ഇഡ്ഡലിയും അതിൻ്റെ കൂടെയുള്ള ചട്നി അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊടുത്തിട്ട് അത് വീട്ടിലുള്ളവരത് കഴിച്ച് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ കറക്റ്റായിട്ട് ഇരുന്ന് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു അല്ലെങ്കിൽ നല്ല അപ്പമായിരുന്നു, കൊള്ളാം എന്നുള്ള അഭിപ്രായം കേൾക്കുന്നത് വരെ നമുക്ക് അമ്മമാർക്ക് അത് എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ചിന്തയാണ്. അത് കേട്ട് കഴിയുമ്പോൾ ഗൃഹനാഥനായിരിക്കും ഏറ്റവും കൂടുതൽ ആദ്യം അഭിപ്രായം പറയുന്നത്. കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ കഴിക്കും. പക്ഷേ അവർ പറയും ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പോരായ്മയുണ്ട്. നല്ലതാണെന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നത്തെ ദിവസം നമുക്ക് പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് വീഡിയോ കാണാം. ഇന്നലെ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തവിയിട്ട് ഇളക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന്. കറക്റ്റായിട്ടുണ്ട്. ഇഡ്ഡലിയാണ് രാവിലെ ഇന്ന് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇപ്പോഴേക്കും ഒരു ചായ ഇടാം. ആദ്യം ഒരു ചായ കൊടുക്കണമല്ലോ. ചായ തിളയ്ക്കുന്നു, വെള്ളം തിളയ്ക്കുന്നു, പൊടി ഇടുന്നു. പാൽപ്പൊടിയാണ്, എവരിഡേയുടെ പാൽപ്പൊടി കൊണ്ടാണ് ചായ ഉണ്ടാക്കുക. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. ചായ ഇട്ടു, കപ്പിലാക്കി ടേബിളിലോട്ട് എത്തിക്കാം. ചായ റെഡിയായേ? റെഡി. ബാപ്പരെ സ്തോത്രം. ഇഡ്ഡലി കോരി ഒഴിച്ചു. കറക്റ്റായിട്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്.